ഫുജൈറയിലുള്ള ഒരു ബാങ്കിന് കനത്ത തിരിച്ചടി കിട്ടി. ഒരു കസ്റ്റമർ അയാളുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാങ്കിൽ ലോൺ എടുത്തു. ആ ലോൺ അടച്ച് കഴിഞ്ഞിട്ടും പിന്നെയും അയാളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തു. അങ്ങനെ 3,38,000 ദിറംസ് തിരിച്ച് ബാങ്ക് ഇയാൾക്ക് കൊടുക്കണമെന്ന് ഫുജൈറ കോടതി ഉത്തരവിറക്കി. ആ വിധി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും ബാധകമല്ലല്ലോ, സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ എമൗണ്ടും നമ്മൾ കൊടുക്കാറില്ലല്ലോ എന്നൊക്കെ. പല പ്രവാസികളും ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം എത്ര അടച്ചാലും തീരാത്ത ക്രെഡിറ്റ് കാർഡ്, എങ്ങനെ പേ ചെയ്താലും തീരാത്ത ലോണുകൾ. ഒരു നിയമജ്ഞനല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് കസ്റ്റമർക്ക്, സാധാരണക്കാരന് കൃത്യമായ ഒരു അവബോധം ആവശ്യമാണ്. ഏത് കാര്യത്തിലും അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവരുടെ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ അവർക്കുള്ള ഒഫീഷ്യൽ ഇമെയിലിലോ മെയിൽ അയക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നിയമജ്ഞനുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് മലയാളി വക്കീലന്മാർ തന്നെ ഇവിടെ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കേസ് നടത്തിപ്പിന് അവർ ഈ കമ്മീഷൻ ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് സക്സസ് ഫീ എന്ന് പറയും. ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസിൽപ്പെട്ട് കിട്ടിയാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ അശ്രദ്ധയാണ് വില്ലൻ. പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്യും, പലപ്പോഴും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുക്കും, പലപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് പറഞ്ഞ് ഐ അക്സെപ്റ്റ്, ഐ അഗ്രി എന്ന് പറഞ്ഞതിൽ ടിക്ക് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള സെറ്റ് ബാക്സ് വരുമ്പോൾ നമ്മളൊന്ന് പതറും. ഞാൻ പറയുന്നത് പതറാതെ തന്നെ നമ്മൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാം. അതിന് ഇവിടുത്തെ കോടതി അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ട് നമുക്ക് ഉഴലുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ നിയമസഹായം ലഭിക്കുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരും ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡോ ലോണോ ആയിട്ട് ബന്ധപ്പെടാത്തവരും വളരെ കുറവാണ്. അതങ്ങനെ തന്നെ ആയാൽ പോലും അതിൽ നിന്നും ഇനിയും നമ്മൾ കരകയറാത്ത രീതിയിലുള്ള ഒരു കടക്കണിയിലേക്ക് വീഴുന്നതിന് പകരം അതിലേക്ക് ഒരു സെറ്റിൽമെൻറ്റ് പ്ലാൻ നമ്മൾ ചെയ്യുക. മന്ത്ലി സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് ബാങ്കുമായി സംസാരിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. അതല്ലെങ്കിൽ നമ്മൾ കലാകാലം നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ പോയാലും നമ്മളെ പിടിക്കും, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ബാനുകളുണ്ടാവും. ഇതിലൊന്നും ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, സെറ്റിൽമെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക, നിയമജ്ഞപരമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ല ജീവിതം, നല്ല ഭാവി. മുനീർ അൽ വഫ വിത്ത് ലവ്.